السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ അബുൽ അസ്വദ് അദ്ദുഅലി റഹിമഹുല്ലാഹ് താബിഈയായ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഖദിംതു അൽ മദീനത വഖദ് വഖഅ ബിഹാ മറദുൻ. ഞാൻ ഒരിക്കൽ മദീനയിലേക്ക് വന്നു. ആ മദീനയിൽ ഒരു രോഗമുണ്ടായിരുന്നു. ഇവിടെ രോഗമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നാട്ടിൽ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ആ മദീനയിലേക്ക് കടന്നു വന്നത്. അദ്ദേഹം പറയാണ്, ഫജലസ്തു ഇലാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഞാൻ ഇരുന്നു. ഫമറത് ബിഹിം ജനാസത്തുൻ ഫഉസ്നി അലാ സാഹിബിഹാ ഖൈറൻ. അവരുടെ അടുക്കലൂടെ ഒരു ജനാസയെ കൊണ്ടുപോകപ്പെട്ടപ്പോൾ അയാളെപ്പറ്റി നല്ല കാര്യങ്ങൾ അവിടെ നിന്ന് പറയപ്പെടുകയുണ്ടായി. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു വജബത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വജബത്, അയാൾക്ക് അനിവാര്യമായിരിക്കുന്നു, അയാൾക്ക് നിർബന്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് മറ്റൊരു ജനാസയും അതുപോലെ കൊണ്ടുപോകപ്പെട്ടു. അവിടെയും ഖൈറുകളെ പറഞ്ഞു. അപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വജബത്, അയാൾക്കും നിർബന്ധമായിരിക്കുന്നു എന്ന്. പിന്നീട് മൂന്നാമതൊരു ജനാസ കൊണ്ടുപോയി. അപ്പോൾ അയാളെപ്പറ്റി ഷർറാണ് പറഞ്ഞത്, അയാളെപ്പറ്റി മോശമായ കാര്യങ്ങൾ അവിടുന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വജബത്, അയാൾക്കും അനിവാര്യമായി തീർന്നിരിക്കുന്നു. അബുൽ അസ്വദ് അദ്ദുഅലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ചോദിച്ചു, വമാ വജബത് യാ അമീറൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ, എന്താണ് ഈ ആളുകൾക്കൊക്കെ വാജിബായിട്ടുള്ളത്? അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖുൽതു കമാ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ ഞാനും പറഞ്ഞതാണ്. സമാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും സമാനമായൊരു സന്ദർഭം നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാനും പറഞ്ഞതാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അയ്യുമാ മുസ്ലിമിൻ ഷഹിദ ലഹു അർബഅത്തുൻ ബിഖൈറിൻ അദ്ഖലഹുല്ലാഹു അൽ ജന്ന. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ, അയാളെ സംബന്ധിച്ച് അയാൾ മരിക്കുന്ന സമയത്ത് 4 ആളുകൾ അയാളെ പറ്റി നല്ലത് പറയുകയാണ് എങ്കിൽ, നല്ല കാര്യം പറയുകയാണ് എങ്കിൽ അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖുൽന വസലാസ. നബിയോട് ഞങ്ങൾ ചോദിച്ചു, നബിയെ 3 ആളുകൾ പറഞ്ഞാലോ? അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. വീണ്ടും ഞങ്ങൾ ചോദിച്ചു, 2 ആളുകൾ പറഞ്ഞാലോ? അപ്പോഴും പറഞ്ഞു 2 ആളുകളും കുഴപ്പമില്ല. പിന്നീട് അദ്ദേഹം പറയാണ്, സുമ്മലം നസ്അലുഹു അനിൽ വാഹിദി. ഒരാളെ പറ്റി ഞങ്ങൾ ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും പറയും, ഒരാൾ പറഞ്ഞാലും അങ്ങനെ മതിയെന്ന്. അപ്പോൾ ഈ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിക്കേണ്ടുന്ന ഒരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകുന്ന ഒരു ദിവസം നമുക്കൊക്കെ വരാനുണ്ട്. ആ ഒരു ദിവസം നമ്മളെ പറ്റിയ ആളുകൾ എന്തായിരിക്കും സത്യത്തിൽ പറയുക? അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു, അയാളൊരു സഹായിയായിരുന്നു, അയാൾ ദീനിനെ ഖിദ്മത്ത് എടുക്കുന്ന ആളായിരുന്നു, അയാൾ ഈ രൂപത്തിൽ ഹൈറായ കാര്യങ്ങളാണോ നമ്മളെ പറ്റി പറയുക, അതല്ല ഷർറായ കാര്യങ്ങളാണോ നമ്മളെ പറ്റി പറയാം? അല്ല, ഏതൊരാൾ മരിച്ചാലും ആളുകൾ എന്തെന്നെ പറയുള്ളൂ, ഒരു കള്ളൂടിയനായ ആൾ മരിച്ചാലും അയാളെ പറ്റി ഹൈറന്നെ പറയുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് അയാളൊരു നല്ല മനുഷ്യനായിരുന്നു, അയാൾ നല്ല ഇബാദത്ത് എടുക്കുന്ന ആളായിരുന്നു, അയാൾക്ക് ജനങ്ങൾക്കൊരു സഹായിയായിരുന്നു എന്ന് നമ്മളെ പറ്റി ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് തന്നെ കാരണമായി തീരുന്ന കാര്യമാണ് എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.